ഏതാണ്ട് 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ട്രിക് വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാർക്ക് സംശയം പറഞ്ഞു ചാർജ് നിൽക്കുമോ, എത്ര ചാർജ് നിൽക്കും, എത്ര കിലോമീറ്റർ പോകാൻ പറ്റും, അതിൻ്റെ ഡിസൈനുകൾ, റേഞ്ചിൻ്റെ കാര്യങ്ങൾ, ടെക്നോളജി എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിന്നിരുന്നൊരു കാലത്താണ് ടാറ്റ അവരുടെ ഇലക്ട്രിക് സെഗ്മെൻറ്റിലേക്ക് വരികയും ടിയാഗോ പോലുള്ള വണ്ടികൾ തുടങ്ങുകയും പിന്നെ നെക്സൺ ഇപ്പോൾ വന്ന പുതിയ ഇ വി ഇറങ്ങിയതിന് ശേഷം ആളുകൾക്ക് കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ടാറ്റ തന്നെയാണ് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ശ്രേണി മുന്നിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇത്തവണ ഇറങ്ങിയ ഏറ്റവും പുതിയ ഇ വി ഭയങ്കരമായിട്ട് മാർക്കറ്റ് പിടിച്ചു പറ്റിയ ഒരു മോഡലായിരുന്നു, ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ ഒരു മോഡലായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ അടുത്ത വേരിയൻറ്റുമായിട്ട് ടാറ്റ ഇപ്പോൾ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ലോഞ്ച് ചെയ്തിട്ട് ഇന്നാണ് ഒഫീഷ്യൽ ലോഞ്ച് നടന്നത്, പ്രൈസ് അനൗൺസ്മെൻറ്റ് നടന്നത്. വണ്ടി വന്നിട്ട് ഒത്തിരി ദിവസങ്ങളായി. അതിൻ്റെ കൂടെ തന്നെ അവർ പുതിയതായിട്ടുള്ള ആക്റ്റീവ് ഇ വി പ്ലാറ്റ്ഫോമുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ സ്പേഷ്യസ് ആണ് ടെക്നോളജി. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്ന ഡീറ്റെയിൽസ് ആയിട്ടുള്ള. അപ്പോൾ ടെക്നോളജിയുടെ കാര്യത്തിലും സ്പേസിൻ്റെ കാര്യത്തിലും അതുപോലെ ബാറ്ററി പവറുകളുടെ കാര്യത്തിലും ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു പുതിയ ഒരു ഇ വി പ്ലാറ്റ്ഫോം, അതായത് ടാറ്റയുടെ ഫ്യൂച്ചറിലേക്കുള്ള വണ്ടികളെല്ലാം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഡിസൈൻ, ഇൻറ്റീരിയറിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം തന്നെ ടെക്നോളജിയും ആൻഡ്രോയിഡ് കണക്ടിവിറ്റിയും ടെക്നോളജിയും ഫീച്ചേഴ്സും എല്ലാം തന്നെ ഒത്തിണക്കിയ ഒരു പുതിയ ഡിസൈനുകളുമായിട്ട് ഇലക്ട്രിക്കിൻ്റെ ഒരു ശ്രേണി തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അതിനാൽ ഇപ്പം ഗുജറാത്തിലെ സനന്ദിലുള്ള അവരുടെ പുതിയ പ്ലാന്റിലേക്ക് ഇലക്ട്രിക് മാത്രമായിട്ടൊരു പ്ലാന്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ഇലക്ട്രിക് വെഹിക്കിളുകളുടെ ഒരു ബുക്കിംഗ് ടൈമുകളൊക്കെ കുറഞ്ഞു വരും, പെട്ടെന്ന് തന്നെ അവൈലബിലിറ്റിയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ടാറ്റ ഇപ്പോൾ ഇന്ന് അവരുടെ ഇ വിയുടെ ഏറ്റവും പുതിയ ആക്റ്റീവ് പ്ലാറ്റ്ഫോമിലുള്ള ടാറ്റ ഫസ്റ്റ് വെഹിക്കിളായ ടാറ്റ പഞ്ചിനെ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇന്നത്തെ ഒരു പ്രൈസ് ലോഞ്ച് ആയിരുന്നു. വണ്ടിയുടെ മാർക്കറ്റിലേക്ക് വന്നിട്ട് ദിവസങ്ങളായി. ഇന്നാണ് അതിൻ്റെ പ്രൈസ് അനൗൺസ്മെൻ്റ് ഒക്കെ നടന്നത്. നമ്മൾ ഡീറ്റെയിൽസുള്ള ഫീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസും വേരിയൻസിൻ്റെ ഡീറ്റെയിൽസും ഉള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, വേരിയൻസിനെ കുറിച്ചും കളറുകളെ കുറിച്ചും ഒക്കെ അറിയേണ്ടവർ, ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർക്ക് ആ വീഡിയോ കാണാമെന്ന്. അപ്പോൾ ഞാനത് കമൻറ്റിൽ അറ്റാച്ച് ചെയ്യാം. ആ വീഡിയോയിൽ അതിൻ്റെ പുതിയ പഞ്ചിൻ്റെ ഫീച്ചേഴ്സും വേരിയൻസും ഏതൊക്കെ ഫീച്ചേഴ്സാണ് ഓരോ വേരിയൻസിലും അവൈലബിൾ എന്നുള്ള കാര്യം ആ വീഡിയോയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന ആ ഓരോ വേരിയൻസിനുമുള്ള പ്രൈസ് മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 വേരിയൻസ് ആയിരുന്നു മെയിനായിട്ടുള്ളത്. ഒന്ന് ലോ റേഞ്ചും, ഒന്ന് ലോ റേഞ്ച് അല്ല സ്റ്റാൻഡേർഡ് റേഞ്ച് വരുന്നതും, ഒന്ന് LR എന്ന് പറയുന്ന ലോങ് റേഞ്ച് എന്ന് പറയുന്ന വേരിയൻ്റ് ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നത് ഇന്നത്തെ പ്രൈസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഇന്നാണ് പ്രൈസ് അനൗൺസ്മെൻറ്റ് നടന്നത്. ഒന്ന് ഉച്ചയ്ക്കല്ല, രാവിലെ 11:30 AM 11:30 AM ആയിരുന്നു ടാറ്റയുടെ ഒഫീഷ്യലായിട്ട് ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് അവർ പ്രൈസ് അനൗൺസ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. അവരുടെ വെഹിക്കിളിൻ്റെ ഒരു നോർമൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 190 mm ആണ് കേട്ടോ അവരുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അൺലാഡൻ എന്ന് പറയുന്നത്, അൺലാഡൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് വെയിറ്റ് കയറാതെ ഉള്ള നോർമലി ഉള്ള 4-5 ആളുകൾ കയറി കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഷോക്ക് ഇരിക്കുമ്പോൾ വരുന്ന വെയിറ്റ് അത് വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അതുപോലെ വാട്ടർ റൈഡിങ് കപ്പാസിറ്റി 350 mm കാണിച്ചിട്ടുണ്ട് അവർ. 90 ഡിഗ്രി തിരിക്കാവുന്ന അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാവുന്ന ഡോറുകൾ, അതുപോലെ ഫ്ലാറ്റ് ഫ്ലോർ. ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് സെൻട്രൽ ടണൽ ഇല്ലാത്ത കാരണം ഫ്ലോർ വരുന്ന സെക്കൻഡ് റോയിലേക്ക് വരുന്നത് ഫ്രണ്ട് റോയിലാണെങ്കിൽ ഫ്ലാറ്റ് ഫ്ലോർ ആയിട്ടാണ് വരുന്നത്, സ്പേസ് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ 2 ടൈപ്പ് ആണ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. റേഞ്ച് ഒന്ന് 315 വരുന്നു, ഒന്ന് 421 വരുന്നതാണ് വരുന്നത്. ലോങ് റേഞ്ചിൽ വരുന്നത് 421 കിലോമീറ്ററാണ് വരുന്നത്. അത് 35 kWh ബാറ്ററിയാണ്, മോട്ടറാണ് വരുന്നത്. 2 ടൈപ്പ് മോട്ടറാണ് ഇതിലും വരുന്നത് കേട്ടോ. ഒന്ന് 90 kW വരുന്നു, ഒന്ന് 60 kW വരുന്നു. അതായത് സ്റ്റാൻഡേർഡ് റേഞ്ചിൽ വരുന്ന 114 Nm ടോർക്ക് നൽകുന്ന 60, മറ്റേത് 90 വരുന്നത് ലോങ് റേഞ്ചിലേക്ക് വരുന്നത് കേട്ടോ. അതുപോലെ ഹിൽ ഹോൾഡ് കൺട്രോളും ഹിൽ ഡീസൻറ്റ് കൺട്രോളും അങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം കണക്കി തന്നെയാണ് വരുന്നത്. 4 വീലിലും ഡിസ്ക് ബ്രേക്ക് വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക്, അങ്ങനെയുള്ള ഫെസിലിറ്റീസും ഫീച്ചേഴ്സും, അതുപോലെ 360 ഡിഗ്രി സറൗണ്ട് ക്യാമറയും എല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് പഞ്ച് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്രെറ്റയുടെ വീഡിയോ കണ്ടിരുന്നു. ക്രെറ്റ ലോഞ്ച് ഇന്നലെ ആയിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കാണാത്തവർക്ക് അത് പോയി കാണാൻ കേട്ടോ. ബാക്ക്ഗ്രൗണ്ടാണ്, പ്രൈസ് ഡീറ്റെയിൽസ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മൊത്തം ഡീറ്റെയിൽസ് അതിലും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ വീഡിയോ, ക്രെറ്റയുടെ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ക്രെറ്റയുടെ ഡീറ്റെയിൽസ് അറിയാനുള്ളവർക്ക് അവിടെ കാണാൻ കേട്ടോ. അതുപോലെ പഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും 10.25 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും വരുന്നത് 10.25 തന്നെയാണ്. 6 സ്പീക്കറുകളോടായിട്ട് വരുന്നത്. അതായത് 4 ഡോറുകളിൽ ഓരോന്നും 2 മിററുകളുടെ ബാക്കിൽ 2 ടീറ്ററോ ആയിട്ട് സുപ്പീരിയർ അക്കോസ്റ്റിക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അവർ ഹർമൻ്റെ സിസ്റ്റം വെച്ചിട്ടുള്ള 4 സ്പീക്കറും 2 ട്വീറ്ററും വെച്ചിട്ടുള്ള മ്യൂസിക് സിസ്റ്റം ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് എന്ന് പറയുന്നത് സൈലൻറ്റ് ഡ്രൈവ് ആയിരിക്കും. അതുപോലെ ലോ റണ്ണിങ് കോസ്റ്റ് ആയിരിക്കും വരുന്നത്. കട്ടിംഗ് എഡ്ജ് ടെക്നോളജി, അതായത് പുതിയ ഫെസിലിറ്റീസും ഫീച്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും. നമുക്ക് എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് വരുന്നത്. പുതിയ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും, പുതിയ പഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നെക്സ്റ്റിൽ കണ്ടിരിക്കുന്ന ആ ഒരു കണക്റ്റിംഗ് LED ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ ചാർജിങ്ങിൻ്റെ ടൈമിൽ അത് ചാർജ് ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ ആംബിയൻ ലൈറ്റിംഗ്, അതുപോലെ തന്നെ ഒരു ഇലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീൽ, സെൻറ്ററിൽ ടാറ്റയുടെ ലോഗോ വരുന്നത്, ഇലുമിനേറ്റഡ് ലോഗോ വരുന്നതും, അതുപോലെ തന്നെ ഡിസ്പ്ലേക്ക് ചുറ്റുമായിട്ടൊരു ഇലുമിനേഷൻ ഗ്രീൻ കളർ വരുന്നതും, അതുപോലെ കണക്ടിവിറ്റി ഫീച്ചേഴ്സായ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും അങ്ങനെയുള്ള എല്ലാം തന്നെ ഇണക്കിക്കൊണ്ട് വന്നിരിക്കുന്നതിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറയുന്നത്
പ്രൈസ് അവർ അനൗൺസ് ചെയ്തത് ഇന്നത്തെ ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്മാർട്ട് വേരിയൻറ്റിൻ്റെ പ്രൈസാണ് കേട്ടോ ഫസ്റ്റ് അവർ അനൗൺസ് ചെയ്തത്. ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് 10.99 ലക്ഷം രൂപയാണ് അവർ എക്സ്ഷോറൂം പ്രൈസ് പറയുന്നത് കേട്ടോ. സ്മാർട്ട് എന്ന വേരിയൻറ്റിൻ്റെ സ്മാർട്ട് വേരിയൻറ്റിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ആണ് വരുന്നത്. സ്മാർട്ടിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ട് നേരത്തെ ചെയ്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്മാർട്ടിൽ വരുമ്പോൾ 10.9 ആണ്. സ്മാർട്ട് പ്ലസിലേക്ക് വരുമ്പോൾ 11.49 lakhs ആണ് വരുന്നത്. അഡ്വഞ്ചർ വേരിയൻറ്റ് വരുമ്പോൾ 11.99 ആണ് വരുന്നത്. സ്റ്റാൻഡേർഡ് റേഞ്ചിൻ്റെ ബാറ്ററി വരുമ്പോൾ ലോങ് റേഞ്ച് ആകുമ്പോഴത്തേക്കും 12.99. അതുപോലെ 1279 വരുന്നത് അഡ്വഞ്ചർ പ്ലസിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നീട് എന്ന് പറഞ്ഞാൽ എംപവർ എന്ന് പറഞ്ഞ വേരിയൻ്റ് അതിന് 12.79 lakhs ആണ് വരുന്നത്. സ്റ്റാൻഡേർഡ് റേഞ്ച് വരുന്ന ബാറ്ററിക്ക് അതായത് ലോങ് റേഞ്ച് വരുമ്പോഴത്തേക്കും 13.99 lakhs ആണ് വരുന്നത്. അതുപോലെ എംപവേർഡ് പ്ലസിന് വരുമ്പോഴത്തേക്കും 13.29 lakhs സ്റ്റാൻഡേർഡ് റേഞ്ചിലും അതുപോലെ ലോങ് റേഞ്ചിലേക്ക് വരുമ്പോൾ 14.49 lakhs ആണ് കേട്ടോ. എക്സ്ഷോറൂം പ്രൈസ് ആണ് ഇതെല്ലാം വരുന്നത്. സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അഡ്വഞ്ചർ എന്ന് പറയുന്ന മോഡലാണ്. അതായത് 11.99 lakhs സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലാണ്. സൺറൂഫ് ഓപ്ഷണലായിട്ടാണ് വരുന്നത്, അതിലേക്ക് വരുന്നത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും ഫീച്ചേഴ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്ത് വിടാം. നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. ഫീച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സീറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സൺറൂഫ് വരുന്നുണ്ട്, പനോരമയ്ക്കെല്ലാം സൺറൂഫാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ്. ഇതായിരുന്നു. ഫീച്ചേഴ്സ് നിങ്ങൾ കണ്ടു. ഫീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റേ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ റെഫർ ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു കേട്ടോ പ്രൈസ് റേഞ്ചിൻ്റെ ഇന്നത്തെ പഞ്ചിൻ്റെ ലോഞ്ച് ചെയ്ത പ്രൈസ് ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വീഡിയോസ് നിങ്ങൾക്ക് സഹായപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.